നമസ്കാരം. RVS മാത്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റേഷ്യോ ടെസ്റ്റിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് റേഷ്യോ ടെസ്റ്റിൻ്റെ 2 വീഡിയോ ഓൾറെഡി വന്നു. അത് നിറയെ പ്രോബ്ലം നമ്മൾ ചെയ്തു. അപ്പോഴും നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് വന്നതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എല്ലാ പ്രോബ്ലം ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിന് കുറച്ച് ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റിലൊക്കെ ചെയ്യേണ്ടി വരുന്ന കുറച്ച് പ്രോബ്ലംസാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ, സമ്മേഷൻ കെ ഈക്വൽ ടു 1 to infinity k by k square plus 1. ശരിക്കും നമ്മളടുത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് എന്ത് മെത്തേഡിലേ ചെയ്യത്തുള്ളൂ? ഒരു മെത്തേഡും പറയാണ്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ന്യൂമറേറ്ററിൽ പോളിനോമിയൽ, ഡിനോമിനേറ്ററിലും പോളിനോമിയൽ ആണെങ്കിൽ നമ്മൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യും. തന്നിട്ടുള്ള ആളെ എ കെ എന്ന് എടുക്കും. ബി കെ എന്ന് പറഞ്ഞ് നമ്മൾ എന്തെടുക്കും? കെ ബൈ കെ സ്ക്വയറിനെ ബി കെ എന്ന് എടുക്കും. അത് 1 by k ആണ്. സമ്മേഷൻ 1 by k എന്ന് പറഞ്ഞാൽ ഡൈവർജൻസ് ആണ്, കാരണം അതൊരു ഹാർമോണിക് സീരീസ് ആണ്. അടുത്ത സ്റ്റെപ്പ് എന്താ? റോ ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി എ കെ ബൈ ബി കെ എന്ന് പറഞ്ഞെടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ബൈ കെ സ്ക്വയർ പ്ലസ് 1 ഡിനോമിനേറ്റർ റെസിപ്രോക്കൽ എഴുതുമ്പോൾ മുകളിൽ കെ വരും. അപ്പോൾ മുകളിൽ കെ സ്ക്വയർ, ഡിനോമിനേറ്ററിൽ നിന്ന് കെ സ്ക്വയർ പുറത്തേക്ക് എടുക്കുമ്പോൾ 1 + 1 by k സ്ക്വയർ എന്ന് വരും. കെ സ്ക്വയർ ക്യാൻസലായി പോകുമ്പോൾ റോ ഈക്വൽ ടു 1 ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഫൈനൈറ്റ് ആയത് കാരണം ബോത്ത് സീരീസ് കൺവെർജസ് ഓർ ഡൈവർജസ്. ഇത് ഡൈവർജസ് ആയതുകൊണ്ട് നമുക്ക് ബി കെ ഡൈവർജസ് ആയതുകൊണ്ട് എ കെയും ഡൈവർജസ് എന്ന് കിട്ടി. ഇതാണ് ശരിക്കും ഒരു മെത്തേഡും പറയാണ്ടിരുന്നാൽ നമ്മൾ ചെയ്യുന്നത് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ഈ പ്രോബ്ലം ചെയ്യത്തുള്ളൂ. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ ഞാൻ റേഷ്യോ ടെസ്റ്റിൻ്റെ കൂട്ടത്തിൽ യൂസിങ് റേഷ്യോ ടെസ്റ്റ് ചെക്ക് ദ കൺവെർജൻസ് എന്നാണ് കേട്ടോ. യൂസിങ് റേഷ്യോ ടെസ്റ്റ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? കൺവെർജൻസ് ഈ മെത്തേഡ് റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ഏത് മെത്തേഡ് ചെയ്യത്തുള്ളൂ? ലിമിറ്റ് കമ്പാരിസൺ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പോളിനോമിയലാണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. ഏറ്റവും ആപ്റ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആയിരിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ ഓർത്ത് വെച്ചിരിക്കണം. പോളിനോമിയൽ ആണെങ്കിൽ ലിമിറ്റ് കമ്പാരിസൺ, പക്ഷേ പോളിനോമിയലിൻ്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററെക്കാളും കുറഞ്ഞിരിക്കുന്ന കേസിലാണ് കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നുള്ള രീതിയിലും കൂടി നമ്മൾ മനസ്സിൽ നിന്ന് ആലോചിച്ച് വെക്കും. ഓക്കെ, അപ്പം അങ്ങനെ അല്ലാത്ത കേസിലോ പോളിനോമിയലിൻ്റെ ഡിഗ്രി കൂടി വന്നാലോ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി കൂടി വന്നാലോ എന്ന് മനസ്സിൽ ചിന്തിക്കുന്ന ആൾക്കാർക്കുള്ള ഉത്തരം ഞാൻ വേറൊരു ടെസ്റ്റിനകത്ത് പറഞ്ഞുതരും. ഓക്കെ, അപ്പം ഇത് ബാക്കി പറയട്ടെ. റേഷ്യോ ടെസ്റ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഇയാൾ ഞാൻ യു കെ എന്ന് എടുക്കുകയാണ്. യു കെ ഈസ് ഈക്വൽ ടു കെ ബൈ കെ സ്ക്വയർ പ്ലസ് 1. അടുത്ത യു കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ കെയുടെ സ്ഥാനത്ത് കെ പ്ലസ് 1 ദ ഹോൾ ബൈ കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതി. ഓക്കെ, ഇനി എനിക്ക് എന്താ വേണ്ടേ? ഇനി എനിക്ക് വേണ്ടത് റേഷ്യോ ടെസ്റ്റ് ആയതുകൊണ്ട് റോ ഫൈൻഡ് ചെയ്യണം. റോ എന്ന് പറഞ്ഞാൽ എന്താ? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ പ്ലസ് 1 ബൈ യു കെ. ദറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ കെ പ്ലസ് 1 ബൈ കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1. അതാണ് നിങ്ങളുടെ ന്യൂമറേറ്റർ. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ കെ ബൈ കെ സ്ക്വയർ പ്ലസ് 1. ഓക്കെ, ഡിനോമിനേറ്ററിലെ ഫ്രാക്ഷൻ നമ്മൾ എന്ത് ചെയ്യും? റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി കെ പ്ലസ് 1 ബൈ കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1. ഡിനോമിനേറ്ററിലെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പം കെ സ്ക്വയർ പ്ലസ് 1 ബൈ കെ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും പോളിനോമിയൽ ആയതുകൊണ്ട് ഇപ്പോൾ ഇത് ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നാണ് വരാൻ പോകുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ന്യൂമറേറ്ററിൽ നിന്ന് ഞാൻ ഹയസ്റ്റ് ഡിഗ്രി ടേമിനെ പുറത്തേക്ക് എടുക്കും. ഡിനോമിനേറ്ററിൽ നിന്ന് ഞാൻ ഹയസ്റ്റ് ഡിഗ്രി ടേമിനെ പുറത്തേക്ക് എടുക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പം കെ പ്ലസ് 1 ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് 1. കെ പ്ലസ് 1ൽ നിന്ന് എന്തിന് പുറത്തേക്ക് എടുക്കാം? കെ പുറത്തേക്ക് എടുക്കാം. കെ സ്ക്വയർ പ്ലസ് 1 ആരെ പുറത്തേക്ക് എടുക്കാം? കെ പുറത്തേക്ക് എടുക്കാം. അപ്പം കെ ഇൻറ്റു 1 + 1 by k എന്ന് വരും. അടുത്ത ടേമിൽ കെ സ്ക്വയർ പുറത്തേക്ക് എടുക്കുമ്പോൾ 1 + 1 by k സ്ക്വയർ എന്ന് വരും. ദ ഹോൾ ബൈ ഡിനോമിനേറ്ററിൽ കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1ൽ നിന്ന് കെ പുറത്തേക്ക് എടുക്കുമ്പം ദ ഹോൾ സ്ക്വയർ ഉള്ളതുകൊണ്ട് കെ സ്ക്വയർ ആണ് പുറത്തേക്ക് വരുന്നത്. ഇൻറ്റു 1 + 1 by k ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 by k സ്ക്വയർ. അല്ല വേണ്ട, അതങ്ങനെ തന്നെ കിടന്നിട്ട് പ്ലസ് 1. ഓക്കെ, ഇൻറ്റു കെ ഇപ്പോഴും കിടപ്പുണ്ട്. ഇപ്പോൾ ഞാൻ എന്താ ചെയ്തത്? ആദ്യത്തെ ബ്രാക്കറ്റിൽ നിന്നൊരു കെ പുറത്തേക്ക് എടുത്തപ്പം കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് അതിൽ കെ സ്ക്വയർ പുറത്ത് വന്ന് ബാക്കി 1 + 1 by k ദ ഹോൾ സ്ക്വയർ. ഇതിൻ്റെ കൂടെ ഈ പ്ലസ് 1നെ ഞാൻ അതുപോലെ തന്നെ എഴുതി. ഇനി ന്യൂമറേറ്ററിൽ കെ ഇൻറ്റു കെ സ്ക്വയർ എന്താവുകയാണ്? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി കെ ഇൻറ്റു കെ സ്ക്വയർ എന്ന് തന്നെ കെ ക്യൂബ് എന്നാവും. ബ്രാക്കറ്റിനകത്ത് 1 + 1 by k ഇൻറ്റു 1 + 1 by k സ്ക്വയർ എന്നായി. ദ ഹോൾ ബൈ ഡിനോമിനേറ്റർ നോക്കിക്കോളേ. ഈ 2 ടേമിൽ നിന്ന് കെ സ്ക്വയർ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. കെ സ്ക്വയറും ഈ കെയും കൂടെ ചേർന്നത് കെ ക്യൂബ് ആവും. അപ്പം ഈ ഒരു ബ്രാക്കറ്റിൽ നിന്ന് കെ സ്ക്വയർ പുറത്തേക്ക് എടുക്കുമ്പോൾ അതിനകത്ത് വരുന്നത് 1 + 1 by k ദ ഹോൾ സ്ക്വയറും പ്ലസ് 1 by k സ്ക്വയറും വരും. ഓക്കെ,
ഇനി എന്താ ചെയ്യുക? കെ ക്യൂബും കട്ടായി പോകും. ഇനി കെക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം 1/∞ എന്താണെന്നറിയാം, 0 ആണെന്നറിയാം. അപ്പം 1/k 0 ആയി പോവും, 1/k² 0 ആയി പോവും. ഈ 1/k 0 ആവും, 1/k² 0 ആവും. എന്തുകൊണ്ടാണ്? 1/∞ 0 ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി എല്ലാവരെയും കൂടി നോക്കിക്കേ. 1 × 1 ന്യൂമറേറ്ററിൽ 1 വന്നു, ഡിനോമിനേറ്ററിൽ ശ്രദ്ധിക്കുന്നത് 1 + 0 അപ്പോൾ ഡിനോമിനേറ്ററിൽ 1 തന്നെ. റോ ഈക്വൽ ടു 1 എന്ന് വന്നു. റോ ഈക്വൽ ടു 1 എന്ന് വന്നാൽ ടെസ്റ്റ് എന്താവും? ടെസ്റ്റ് ഫെയിൽസ് ആവും. കാരണം റേഷ്യോ ടെസ്റ്റിൻ്റെ റൂൾ എന്തുവാണ്? റോ <1 ആവുമ്പം സീരീസ് കൺവെർജസ്, റോ <1 ആണെങ്കിൽ സീരീസ് ഡൈവർജസ്, റോ ഈക്വൽ ടു 1 ആയതുകൊണ്ട് ടെസ്റ്റ് ഫെയിൽസ് എന്നല്ലേ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. സോ ബൈ റേഷ്യോ ടെസ്റ്റ്, ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് റേഷ്യോ ടെസ്റ്റാണ്. സോ ബൈ യൂസിങ് റേഷ്യോ ടെസ്റ്റ് വി ഗെറ്റ് റോ ഈക്വൽ ടു 1. അപ്പോൾ റോ ഈക്വൽ ടു 1 വന്നാൽ ടെസ്റ്റ് ഫെയിൽസ് ആണ്. അപ്പോൾ ഇവിടെ റേഷ്യോ ടെസ്റ്റ് അല്ല യൂസ് ചെയ്യേണ്ടത്. പിന്നെ എന്തായിരിക്കും? പിന്നെ ആപ്റ്റ് ഇവിടെ യൂസിങ് റേഷ്യോ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇത്രയും മാത്രം ചെയ്താൽ മതി. പക്ഷേ നമ്മൾ എക്സാമിന് ഇതുപോലൊരു ടെസ്റ്റ്, ഈ റേഷ്യോ ടെസ്റ്റ് എടുത്ത് ചെയ്ത് നോക്കുമ്പം ഒന്നും പറയുന്നത് ചെക്ക് ദ കൺവെർജൻസ് എന്ന് പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു. നമ്മൾ എന്ത് ചെയ്യും? ഇതിന് റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്ത് പ്രോബ്ലം ചെയ്യും. റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്ത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ടെസ്റ്റ് ഫെയിൽസ് എന്ന് കിട്ടി. അപ്പോൾ നമ്മളവിടെ എന്ത് എടുക്കണം? ലിമിറ്റ് കമ്പാരിസൺ എടുത്തിട്ട് റോ ഈക്വൽ ടു 1 എന്ന് കിട്ടും. അവിടെ നമ്മൾ എന്താ റോ >0 ആൻഡ് ഫൈനൈറ്റ് ആയതുകൊണ്ട് എന്തുവാ ഇവിടെ ബോത്ത് സീരീസ് കൺവെർജസ് ഓർ ഡൈവർജസ്, ഇവിടെ BK ഡൈവർജസ് ആയതുകൊണ്ട് ഈ തന്നേക്കുന്ന സീരീസ് ഡൈവർജൻ്റ് ആണെന്ന് പറഞ്ഞ് നമ്മളവിടെ എഴുതും. പക്ഷേ അവിടെ ചെക്ക് ദ കൺവെർജൻസ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോളിനോമിയലാണെങ്കിൽ ലിമിറ്റ് കമ്പാരിസൺ യൂസ് ചെയ്താൽ മതി. പക്ഷേ ക്വസ്റ്റ്യനിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇന്ന മെത്തേഡ് തന്നെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ മെത്തേഡ് യൂസ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന്, റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്തപ്പോൾ ടെസ്റ്റ് ഫെയിൽ ആയിപ്പോയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളെ. k⁴/k³. ഈ പ്രോബ്ലം ഞാൻ എന്തിനാണ് എടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ പ്രോബ്ലം ചെയ്ത് വരുമ്പോഴേക്കും. k⁴/k³. അപ്പം ഇവിടെ നമ്മൾ എന്താ ഫാക്ടോറിയൽ കണ്ടിട്ട് നമ്മൾ റേഷ്യോ ടെസ്റ്റ് എടുക്കുവാണ്. തന്നിട്ടുള്ള ആളെ UK എന്ന് എടുക്കുക. ഞാൻ നിങ്ങൾ സ്പീഡിൽ പറയുവാണ്. k⁴/k³. അടുത്ത് കെയുടെ സ്ഥാനത്ത് k+1 കൊടുക്കുവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു k+1 k+1 the whole cube. ഓക്കെ, അടുത്ത് ബൈ റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തുവാണ് ഫോർമുല? ബൈ യൂസിങ് റേഷ്യോ ടെസ്റ്റ് റോ ഈക്വൽ ടു ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി UK+1 ബൈ UK എന്നുള്ളതാണ് ഫോർമുല. ആ ഫോർമുലയ്ക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി UK+1 എന്ന് പറഞ്ഞാൽ k+1 ബൈ k+1 the whole cube. ന്യൂമറേറ്റർ കഴിഞ്ഞു. ബൈ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് k⁴ ബൈ k³. അപ്പോൾ ഡിനോമിനേറ്ററും കഴിഞ്ഞു. സോ ദിസ് ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ആണല്ലോ. ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ന്യൂമറേറ്റർ തന്നെ k+1 ബൈ k+1 the whole cube. അതുപോലെ തന്നെ എഴുതി. ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ k³ ബൈ k⁴. ഇനി എൻ്റെ കുഞ്ഞുങ്ങൾ നോക്കിക്കോളേ. k+1 എങ്ങനെ എഴുതാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി k+1 k⁴ ഇൻറ്റു k+1 എന്ന് എഴുതാം. കാരണം 1 × 2 × 3 എക്സെട്ര അപ് ടു k × k+1 എന്നാണ് നിങ്ങളുടെ k+1. അപ്പോൾ അതിനെയാണ് k⁴ ഇൻറ്റു k+1 എന്ന് എഴുതിയത്. ദ ഹോൾ ബൈ k+1 the whole cube ഇൻറ്റു k³ ബൈ k⁴. k⁴ ക്യാൻസലായി. k+1 k+1 the whole cube ക്യാൻസലായിട്ട് എന്ത് വരും? k+1 the whole square വരും. സോ ദിസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി k³ ബൈ k+1 the whole square. ഓക്കെ, ഇവിടെ ഒരു കാര്യം നോക്കിയാൽ ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോളിനോമിയലാണെങ്കിൽ എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ന്യൂമറേറ്ററിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി ടേം പുറത്തേക്ക് എടുക്കുക, അതായത് ഇവിടുത്തെ k³. ഡിനോമിനേറ്ററിൽ ഹയസ്റ്റ് ഡിഗ്രി ടേം പുറത്തേക്ക് എടുക്കാന്ന് പറഞ്ഞാൽ k പുറത്തേക്ക് എടുക്കുമ്പം ദ ഹോൾ സ്ക്വയർ ഉണ്ടായിരുന്ന കാരണം k² പുറത്തേക്ക് വരിക. ബ്രാക്കറ്റിനകത്ത് 1 + 1/k the whole square. ഈ k² k³ അങ്ങ് ക്യാൻസലാവും. ഇനി kക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇത് ഇൻഫിനിറ്റി ബൈ 1 പ്ലസ് ഈ 1/k എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ ഇൻഫിനിറ്റി ബൈ 1 വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നാവുകയാണ്. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആണ് അൺഡിറ്റർമൈൻഡ് ഫോം. ഇത് ഇൻഫിനിറ്റി ബൈ 1 എന്നോ 2 എന്നൊക്കെ വന്നാൽ അത് അൺഡിഫൈൻഡ് ഫോം അല്ല. ഇൻഫിനിറ്റി ബൈ എന്ത് കോൺസ്റ്റന്റ് വന്നാൽ അത് ഇൻഫിനിറ്റിയാണ്. സോ റോ ഈക്വൽ ടു ഇൻഫിനിറ്റി. റോ ഈക്വൽ ടു ഇൻഫിനിറ്റി നമുക്ക് ആദ്യമായിട്ടല്ലേ പ്രോബ്ലത്തിൽ വരണേ. റോ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണോ ഗ്രേറ്റർ ദാൻ 1 ആണോ? ഗ്രേറ്റർ ദാൻ 1 ആണ്. ഓഫ് കോഴ്സ് റോ ഈക്വൽ ടു ഇൻഫിനിറ്റി തന്നെ 1നേക്കാൾ എത്രയോ വലിയൊരു ക്വാണ്ടിറ്റിയാണ്. സോ റോ ഗ്രേറ്റർ ദാൻ 1. റോ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ എന്തുവാണ്? therefore the series diverges. അതിലെ കണ്ടീഷൻ റോ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സീരീസ് ഡൈവർജസ് ആണ്, റോ ലെസ് ദാൻ 1 ആണെങ്കിൽ സീരീസ് കൺവർജസ് ആണ്. അതുകൊണ്ട് തന്നിരുന്ന ക്വസ്റ്റ്യൻ സമ്മേഷൻ k = 1 to infinity
k factorial by k cube diverges. ഓക്കെ, അപ്പോൾ നിങ്ങളിലേക്ക് ഇപ്പോൾ കുറേ പ്രോബ്ലം ആയിട്ടുണ്ടല്ലോ, ഞാൻ പ്രോബ്ലം തീർന്നിട്ടുണ്ടായിരിക്കും എന്നായിരിക്കും വിചാരിക്കണം അല്ലേ? പക്ഷെ തീർന്നിട്ടില്ല. നമുക്ക് ഇതിനെ തന്നെ ഈ പ്രോബ്ലം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 1/1 × 2 + അങ്ങനത്തെ രീതിയിൽ നമുക്ക് എന്താ ഫാക്ടോറിയൽ വരുന്ന പ്രോബ്ലംസ് ചോദിക്കാം. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഇനി ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതും ആണ് ഇനി നമുക്ക് ചെയ്യാനുള്ള പ്രോബ്ലം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളേ. ചെക്ക് ദ കൺവെർജൻസ് ഓഫ് 1 + 1 × 2/1 × 3 + 1 × 2 × 3/1 × 3 × 5 + 1 × 2 × 3 × 4/1 × 3 × 5 × 7 + എക്സെട്ര. ഇതിപ്പം ലിമിറ്റ് കമ്പാരിസൺ ആണോ, സം ഓഫ് പാർഷ്യൽ സം ആണോ, റേഷ്യോ ടെസ്റ്റ് ആണോ എന്നൊക്കെ എങ്ങനെ അറിയാം? അത് പറഞ്ഞുതരാം. ന്യൂമറേറ്റർ ഒന്ന് നോക്കിക്കേ. ആദ്യത്തെ ടേമിൽ 1 മാത്രം, രണ്ടാമത്തെ ടേമിൽ 1 × 2. 1 × 2 എന്ന് പറഞ്ഞാൽ 2 ഫാക്ടോറിയൽ അല്ലേ? അതിൻ്റെ അടുത്തതിൽ മൂന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 1 × 2 × 3, ദാറ്റ് മീൻസ് 3 ഫാക്ടോറിയൽ. അടുത്ത ടേം നോക്കിയാൽ 1 × 2 × 3 × 4, ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ 4th ഫാക്ടോറിയൽ. അപ്പോൾ kth ടേം എന്ന് പറയുന്നതിൻ്റെ ന്യൂമറേറ്റർ എന്തായിരിക്കും? k ഫാക്ടോറിയൽ ആയിരിക്കും അല്ലേ? k ഫാക്ടോറിയൽ ആയിരിക്കും ഇതിൻ്റെ ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഇവിടെ 1 × 3 × 5 × 7 എക്സെട്ര അപ് ടു kth ടേം എന്ന് പറയുമ്പോൾ എന്ത് വരെ വരാം? 1 × 2 3 × 5 × 7 × എക്സെട്ര അപ് ടു 2k - 1 വരെ വരാം അല്ലേ? അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ 1 × 3, അതായത് സെക്കൻഡ് ടേമിനകത്ത് 2 × k, അപ്പോൾ 2 × 2 4, 4 - 1 3, 2k - 1 എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? 1 അല്ലെങ്കിൽ നമ്മൾ ഓഡ് നമ്പറിന് 2k - 1 എന്നാണ് എഴുതണം. അപ്പം 1 × 3 × എക്സെട്ര അപ് ടു 2k - 1 ഓഡ് നമ്പർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ ആ ഡിനോമിനേറ്ററിനെ മാത്രം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഇങ്ങനെ എടുത്തതാണ്. ഡിനോമിനേറ്റർ 1 × 2 × 1 × 3 × 5 × 7 എക്സെട്ര അപ് ടു എന്ത് വരെ? kth ടേം എന്ന് പറഞ്ഞാൽ 2k - 1. എനിക്കിവിടെ ഫാക്ടോറിയൽ മര്യാദയ്ക്ക് ഇങ്ങനെ എഴുതിയാൽ പറ്റത്തില്ലല്ലോ. അപ്പോൾ അയാളെ നമുക്ക് എങ്ങനെ എഴുതാം? ഇയാളൊന്ന് അറേഞ്ച് ചെയ്താൻ വേണ്ടിയിട്ട് ഇതിനൊന്ന് എനിക്ക് ഫാക്ടോറിയലാണത്, എന്തോ ഫാക്ടോറിയൽ, പക്ഷേ അത് ഫാക്ടോറിയൽ തന്നെ 1 × 3 × 5 × 7 എന്ന് പറഞ്ഞാൽ ഫാക്ടോറിയൽ. 2k - 1 ഫാക്ടോറിയൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഫാക്ടോറിയൽ ആണെങ്കിൽ എനിക്കവിടെ 1 2 3 4 അങ്ങനെ എല്ലാ ടേമിൻ്റെയും മൾട്ടിപ്ലിക്കേഷനാണ് ഫാക്ടോറിയൽ. ഫാക്ടോറിയലിൻ്റെ മീനിങ് മനസ്സിലായിക്കോളെ. എനിക്ക് ഇടയ്ക്കൊരു ഇത് ടേം ഇല്ലാതെ എനിക്ക് ഫാക്ടോറിയൽ എഴുതാൻ പറ്റത്തില്ല. 2k - 1 എന്ന് പറഞ്ഞാൽ എല്ലാ ടേമും ആ 1 മുതൽ ഈ 2k - 1 എന്ന് പറഞ്ഞ ടേം എത്തുന്നവരെയുള്ള എല്ലാ ആൾക്കാരും അവിടെ വേണം. അപ്പോൾ അതിന് എനിക്കിവിടെ ഇല്ലാത്തത് എന്തൊക്കെയാണ്? 2 4 6 ഒന്നും ഇല്ല. സോ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു 2 4 6 എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡിനോമിനേറ്ററിലെ കാര്യം ആദ്യം എഴുതാം. എന്തൊക്കെ ഇപ്പോൾ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 2 മൾട്ടിപ്ലൈ ചെയ്യുന്നു, 4 മൾട്ടിപ്ലൈ ചെയ്യുന്നു, 6 മൾട്ടിപ്ലൈ ചെയ്യുന്നു, 8 മൾട്ടിപ്ലൈ ചെയ്യുന്നു, അങ്ങനെ 2k വരെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ 2k എന്ന് പറയുന്ന എലമെൻറ്റ് 2k - 1ൻ്റെ മുന്നേ ആയിരിക്കുമോ ശേഷമായിരിക്കുമോ? 5-നേക്കാളും കുറഞ്ഞതിൻ്റെ മുന്നേ, 5-നേക്കാളും കൂടിയ ആൾക്കാരാണ് ബാക്കിൽ. അപ്പോൾ 2k-ക്കാളും കുറഞ്ഞ ആളാണ് 2k - 1. 2k + 1 ആണെങ്കിൽ 2k കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ന്യൂമറേറ്റർ എങ്ങനെ എഴുതുക? ഈ 2 4 6 8 ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 2 കാരണം അവിടെ 2 ഇല്ലായിരുന്നു, ഞാൻ 2 മൾട്ടിപ്ലൈ ചെയ്തു. അവിടെ 3 ഉണ്ടായിരുന്നു, അവിടെ എഴുതി. അവിടെ ഇല്ലാത്ത 4 ഞാൻ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു. അവിടെ 5 ഉണ്ടായിരുന്നു, ഓക്കെ ഞാൻ എഴുതി. 6 ഇല്ലായിരുന്നു, ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, എക്സെട്ര. അങ്ങനെ 2k - 1 ഇൻറ്റു ഞാൻ എന്തുകൂടെ മൾട്ടിപ്ലൈ ചെയ്തു? 2k കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോഴും ന്യൂമറേറ്റർ ഓക്കെ. 1 × 2 × 3 × 4 × 5 × 6 × 7 എക്സെട്ര അപ് ടു 2k കണ്ടിന്യൂസ് ആയിട്ട് 2k വരെ ഉണ്ട്. സോ അതിന് നമുക്ക് എന്തെന്ന് എഴുതാം? 2k ഫാക്ടോറിയൽ ബൈ ഈ ഡിനോമിനേറ്ററിന് ഇപ്പോൾ എന്താ ചെയ്യുക? 2 4 6 8 2k എന്ന് പറഞ്ഞ് എഴുതുന്നതിന് നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ നമുക്കതിന് എന്തായാലും എങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ? നമുക്ക് പിന്നെ ഫാക്ടോറിയലിൻ്റെ കണക്കിലാണ് എഴുതേണ്ടെങ്കിൽ 2 4 6 8 റൈസ് ടു 2k ഇൻറ്റു 2kന് 2k എന്ന് മാത്രം എഴുതിയാൽ പറ്റത്തില്ല. സമ്മേഷൻ അല്ല, അത് മൾട്ടിപ്ലിക്കേഷനുമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതിന് 2 കോമൺ ആയിട്ട് എടുക്കണം. അപ്പം ബ്രാക്കറ്റിനകത്ത് 1 × 2 × 3 × 4 എക്സെട്ര അപ് ടു k വന്നാണ്ടോ? 1 × 2 × 3 എക്സെട്ര അപ് ടു k. പക്ഷേ ഞാൻ 2 കോമൺ ആയിട്ട് എടുത്തത് ഈ 2-ൽ നിന്ന് മാത്രമല്ല, മൾട്ടിപ്ലിക്കേഷൻ എല്ലാ ടേമിൽ നിന്ന് ഞാൻ 2 മൊത്തത്തിൽ 2 കോമൺ ആയിട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരത്തില്ല. ഞാൻ ഈ ഇത്രയും ആൾക്കാരിൽ നിന്ന് 2, അങ്ങനെ ഇവിടെ മൊത്തം എത്ര ടേം ഉണ്ട്? 2k ടേം ഉണ്ട്. സോ ഞാൻ 2-ൽ നിന്ന് 2 കോമൺ ആയിട്ട് എടുത്തു, 4-ൽ നിന്ന് 2 കോമൺ ആയിട്ട് എടുത്തു, 6-ൽ നിന്നും 2 കോമൺ ആയിട്ട് എടുത്തു. അതാണ് ഈ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നതിൻ്റെ മീനിങ്. അപ്പോൾ ഞാൻ അങ്ങനെ k ടേംസ് കോമൺ ആയിട്ട് എടുത്തുകൊണ്ട് ഇത് 2 റൈസ് ടു k. അതെൻ്റെ കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തെറ്റിക്കുന്നത് അവിടെ 2 റൈസ് ടു k വരും. അപ്പോൾ ഇത് ഇനി അടുത്ത സ്റ്റെപ്പിലെ 2k ഫാക്ടോറിയൽ ബൈ 2 റൈസ് ടു k ഇൻറ്റു k ഫാക്ടോറിയൽ എന്ന് വരും. ഇത് മാത്രം ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ചെക്ക് ദ കൺവെർജൻസ് ഓഫ് 2k ഫാക്ടോറിയൽ ബൈ 2 റൈസ് ടു k ഇൻറ്റു k ഫാക്ടോറിയൽ എന്ന്. ഈ 2k ഫാക്ടോറിയലിൻ്റെ മീനിങ് അറിയാത്തത് പല കുട്ടികൾക്കും മിസ്റ്റേക്ക് ഉണ്ടാക്കും. 2k ഫാക്ടോറിയലിനെ എക്സ്പാൻഡ് ചെയ്യുമ്പം 2k - 1 ഫാക്ടോറിയൽ ഇൻറ്റു 2k എന്ന് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ അത് കുട്ടികൾ തെറ്റിക്കുന്നത് അവിടെയാണ് കേട്ടോ.
അപ്പം ഇത് മാത്രം ഒരു യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു പാർട്ട് മാത്രം. ഓക്കെ, അപ്പം എൻ്റെ ഈ kth ടേമിൻ്റെ ഡിനോമിനേറ്റർ മാത്രമാണ് ഞാനിപ്പോൾ ഈ ഫൈൻഡ് ചെയ്തേക്കുന്നത്. അത് ഡിനോമിനേറ്റർ ഇപ്പോൾ നമുക്ക് എന്ത് വന്നു? 2k ഫാക്ടോറിയൽ ബൈ 2 raised to k into k ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് വന്നു. അപ്പോൾ ആ kth ടേം എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? kth ടേമിനെ ഒന്ന് എടുത്ത് എഴുതണം. അപ്പോൾ kth ടേമിനെ ഒന്ന് എടുത്ത് എഴുതുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ എന്ത് ഇഷ്ടമില്ല, ഡിനോമിനേറ്ററിൽ പിന്നെ എന്തുവാ ഫ്രാക്ഷൻ വരുന്ന ഇഷ്ടമില്ല. സോ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം UK ഇസ് ഈക്വൽ ടു, ഓൾറെഡി ഇവിടെ k ഫാക്ടോറിയലുണ്ട്, ഈ k ഫാക്ടോറിയലും 2 raised to k മുകളിലേക്ക് പോകും. സോ 2 raised to k ഇൻറ്റു ഓൾറെഡി ഉണ്ടായിരുന്ന k ഫാക്ടോറിയലും ഇപ്പോൾ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത k ഫാക്ടോറിയൽ ദ ഹോൾ റൈസ് ടു സ്ക്വയർ എന്ന് എഴുതിയാൽ പോലെയെന്ന് ചോദിച്ചാൽ മതി, ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഡിനോമിനേറ്ററിൽ എന്ത് മാത്രമേ വരണുള്ളൂ? 2k ഫാക്ടോറിയൽ. ഇതാണ് നിങ്ങളുടെ UK. എനിക്ക് എന്താ വേണ്ടത്? UK + 1 വേണം. സോ UK + 1 ഇസ് ഈക്വൽ ടു, കെയുടെ സ്ഥാനത്ത് k + 1 കൊടുക്കുമ്പോൾ 2 raised to k + 1 ഇൻറ്റു k + 1 ഫാക്ടോറിയൽ ഇൻറ്റു k + 1 ഫാക്ടോറിയൽ the whole by ഡിനോമിനേറ്ററിൽ 2 ഇൻറ്റു കെയുടെ സ്ഥാനത്ത് k + 1 ഫാക്ടോറിയൽ എന്ന് വന്നു. ഓക്കെ, അതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് നിർത്താം, അല്ല ഇങ്ങനെ നിർത്തിയിരുന്നാലും മതി. k + 1 ഇതേപോലെ നിർത്തിയിരുന്നാലും മതി. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? റോ ഫൈൻഡ് ചെയ്യണം. റോ ഇസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി UK + 1 ബൈ UK. ഒരു സെപ്പറേറ്റ് പ്രോബ്ലം ആണ്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. UK + 1 ബൈ UK എന്ന് എഴുതി. ദറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി UK + 1 എന്ന് പറഞ്ഞാൽ 2 raised to k + 1 ഇൻറ്റു k + 1 ഫാക്ടോറിയൽ ഇൻറ്റു k + 1 ഫാക്ടോറിയൽ ദ ഹോൾ ബൈ 2k + 2. ഈ 2നെ കൂടെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 2k + 2 ഫാക്ടോറിയൽ എന്ന് ഞാൻ എഴുതി. ഓക്കെ, ദ ഹോൾ ബൈ, ഇതിപ്പോൾ ന്യൂമറേറ്റർ മാത്രമായിട്ടുള്ളൂ. ഡിനോമിനേറ്റർ ദ ഹോൾ ബൈ UK എന്ന് പറഞ്ഞാൽ 2 raised to k ഇൻറ്റു k ഫാക്ടോറിയൽ ഇൻറ്റു k ഫാക്ടോറിയൽ ബൈ 2k ഫാക്ടോറിയൽ. ഓക്കെ, ഡിനോമിനേറ്റർ എഴുതി. ഇനി ഡിനോമിനേറ്റർ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി 2 raised to k + 1 ഇൻറ്റു k + 1 ഫാക്ടോറിയൽ ഇൻറ്റു k + 1 ഫാക്ടോറിയൽ ദ ഹോൾ ബൈ 2k + 2 ഫാക്ടോറിയൽ. ഇറ്റ് ഇസ് 2k + 2 ഫാക്ടോറിയൽ ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 2k ഫാക്ടോറിയൽ ബൈ 2 raised to k ഇൻറ്റു k ഫാക്ടോറിയൽ ഇൻറ്റു k ഫാക്ടോറിയൽ. നമുക്ക് ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് സോൾവ് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി 2 raised to k + 1 2 raised to k ഇൻറ്റു 2 എന്ന് എഴുതി. k + 1 ഫാക്ടോറിയലിനെ k ഫാക്ടോറിയൽ ഇൻറ്റു k + 1 നമ്മളെപ്പോൾ എഴുതും പോലെ k + 1 ഫാക്ടോറിയലിനെ k ഫാക്ടോറിയൽ ഇൻറ്റു k + 1 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ? അടുത്ത 2k ഫാക്ടോറിയലിനെ ഇപ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ ഇട്ടേക്കാണ്. എനിക്കിവിടെ ഡിനോമിനേറ്ററിൽ ഒരു 2k ഫാക്ടോറിയൽ വരുമെന്ന് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2k ഫാക്ടോറിയൽ ഇങ്ങനെ അതുപോലെ തന്നെ എഴുതി. ദ ഹോൾ ബൈ, ശ്രദ്ധിക്കണേ കുഞ്ഞുങ്ങളെ, അടുത്ത എൻ്റെ കയ്യിലുള്ളത് എന്താണ്? 2k + 2 ഫാക്ടോറിയൽ. 2k + 2 എന്ന് പറഞ്ഞാൽ 1 × 2 × 3 എക്സെട്ര അപ് ടു 2k + 2 വരെയാണ്. അപ്പോൾ 2k + 2ൻ്റെ തൊട്ട് മുന്നിലത്തെ ടേം എന്തായിരിക്കും? 2k + 1 ആയിരിക്കും അല്ലേ? അതിൻ്റെ മുന്നിലത്തെ ടേം എന്തായിരിക്കും? 2k ആയിരിക്കും. അപ്പോൾ ഇത്രയും ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 2k + 2 ഫാക്ടോറിയൽ എന്നുള്ളതിനെ 2k ഫാക്ടോറിയൽ ഇൻറ്റു 2k + 1 ഇൻറ്റു 2k + 2 എന്ന് എഴുതി കൂടെ. ഇതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പ്. 2k + 2 ഫാക്ടോറിയൽ എന്ന് കാണുമ്പോൾ നമുക്ക് നോർമലി ഒരു ടെൻഡൻസി ഉണ്ടാവും 2k എന്തുവാണ് 2k + 2 ഫാക്ടോറിയൽ എഴുതാതെ നമ്മളിത് എപ്പോഴും തെറ്റിക്കുന്ന സ്റ്റെപ്പാണ്. ഇതെൻ്റെ കുഞ്ഞുങ്ങൾ എപ്പോഴും തെറ്റിക്കുന്നത്. എക്സാമിന് ക്വസ്റ്റ്യൻ കൊടുത്ത് സീരീസ് എക്സാമിന് ക്വസ്റ്റ്യൻ കൊടുത്തപ്പോൾ എൻ്റെ കുട്ടികൾ തെറ്റിച്ച ഭാഗമാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് 1 × 2 × 3 എക്സെട്ര അപ് ടു 2k + 2 ആണ് 2k + 2 ഫാക്ടോറിയൽ. അപ്പോൾ 2k + 2ൻ്റെ തൊട്ട് മുന്നിലത്തെ ടേം തന്നെ അതിന് ഒന്ന് കുറവായിരിക്കും 2k + 1. അതിൻ്റെ മുന്നിലത്തെ ടേം തന്നെ 2k. സോ എനിക്ക് 2k ഫാക്ടോറിയൽ അവിടെ വന്നു. അപ്പോൾ ന്യൂമറേറ്ററിലെ 2k ഫാക്ടോറിയലായിട്ട് ക്യാൻസലായി പോകുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഇനി ബാക്കി ഇവിടെ ഉണ്ടായിരുന്നത് 2 raised to k ഇൻറ്റു k ഫാക്ടോറിയൽ ഇൻറ്റു k ഫാക്ടോറിയൽ. ഓക്കെ, എല്ലാം ക്ലിയർ ആണല്ലോ? ഈ സ്റ്റെപ്പ് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി ആരൊക്കെ ക്യാൻസലായി പോകും? 2 raised to k ക്യാൻസലായി. k ഫാക്ടോറിയൽ ന്യൂമറേറ്ററിൽ 2 എണ്ണം, ഡിനോമിനേറ്ററിൽ 2 എണ്ണം. ഇനി
ന്യൂമറേറ്റർ ഒരു 2k + 1 ഫാക്ടോറിയൽ, ഡിനോമിനേറ്റർ ഒരു 2k + 1 ഫാക്ടോറിയൽ. ഇനി ന്യൂമറേറ്റർ എന്ത് മാത്രമല്ല k + 1 × 2 × k + 1 × k + 1 ഉണ്ട് ന്യൂമറേറ്ററിൽ. ഓക്കെ, അപ്പോൾ അതാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ സൈഡിൽ ഇങ്ങനെ മടക്കി വയ്ക്കാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നോക്കിയിട്ട് ഞാൻ ഇവിടെ എഴുതുമ്പോൾ മനസ്സിലാവും. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി. നോക്കിക്കോളെ, ന്യൂമറേറ്ററിൽ 2 ഞാൻ എന്താ ആദ്യം എഴുതി, k + 1 × k + 1. k + 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലും മതി. ഡിനോമിനേറ്ററിൽ എന്ത് മാത്രമേ ഉള്ളൂ, 2k + 1 × 2k + 2. ന്യൂമറേറ്ററിൽ നിന്നും ഇതിപ്പോൾ കേക്ക് ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ ഇത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമോ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി. ന്യൂമറേറ്ററിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു k രണ്ടിടത്തു നിന്നും പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പം 2k × ആദ്യത്തെ ബ്രാക്കറ്റിൽ 1 + 1/k, രണ്ടാമത്തെ ബ്രാക്കറ്റിൽ k പുറത്തേക്ക് എടുക്കുമ്പം 1 + 1/k ദ ഹോൾ ബൈ ഡിനോമിനേറ്ററിൽ രണ്ട് ബ്രാക്കറ്റിൽ നിന്ന് k പുറത്തേക്ക് എടുക്കാം. k പുറത്തേക്ക് എടുക്കുമ്പം ബ്രാക്കറ്റിനകത്ത് 2 + 1/k പ്ലസ് അടുത്തതിനകത്ത് ഞാൻ k പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ എന്തുവാ വരികയാണ്, 2 + 2/k. ഇനി നോക്കിക്കോളേ, കേക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഈ k അങ്ങ് ക്യാൻസലായി, 1/k 0 ആവും. ഇവിടുത്തെ kയും ക്യാൻസലായി, 1/k 0 ആവുന്നുണ്ട്, 1/k 0, ഈ 2/k 0. ബാക്കി ഇനി എന്താ ഉള്ളത്, 1 × 1 × 2. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ബൈ ഡിനോമിനേറ്ററിൽ 2 × 2 എന്ന് പറയുന്ന 4 വിച്ച് ഈസ് ഈക്വൽ ടു 1/2. റോ ഈക്വൽ ടു 1/2 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണ്. ദെയർഫോർ ദ സീരീസ് കൺവെർജസ്. ഈ പ്രോബ്ലം ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ കുഞ്ഞുങ്ങളെ. ഈ പ്രോബ്ലം ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമില്ല, ഇതുപോലെ ചോദിക്കണമെന്ന് നിർബന്ധമില്ല. ഇതേപോലെ ഈ 2k ഫാക്ടോറിയൽ ബൈ 2k × k ഫാക്ടോറിയൽ എന്നുള്ള ഫോമിൽ മാത്രം വേണമെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി എക്സാമായിട്ട് ഇത് ചോദിക്കാം. ന്യൂമറേറ്ററിലെ k ഫാക്ടോറിയൽ ഇല്ലാണ്ട് ഈ ഡിനോമിനേറ്റർ മാത്രം വേണമെങ്കിൽ ചെക്ക് ദ കൺവെർജൻസ് എന്ന് പറയും ഇനി ചോദിക്കാം. അപ്പോൾ ഈ 2k ഫാക്ടോറിയലിൻ്റെ k + 1 എഴുതുമ്പോൾ 2k + 1 എഴുതിയിട്ട് ആ ഒരു 2k + 2 എന്നുള്ള ഫോമിൽ വന്നു കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു പാർട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ദ സീരീസ് കൺവെർജസ് ആണ്. ഈ തന്നിട്ടുണ്ടായിരുന്ന സീരീസ് കൺവെർജസ് ആണ് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇതേപോലെ ഈ 2k ഫാക്ടോറിയൽ ബൈ 2k × k ഫാക്ടോറിയൽ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഡിനോമിനേറ്റർ മാത്രം നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ സമ്മേഷൻ k = 1 to infinity 2k ഫാക്ടോറിയൽ ബൈ 2k / k ഫാക്ടോറിയൽ എന്ന് എക്സാമിന് ചോദിക്കുവാണെങ്കിൽ നിങ്ങളെങ്ങനെ എടുക്കും, UK എന്ന് പറയുന്നത് 2k ഫാക്ടോറിയൽ ബൈ 2k × k ഫാക്ടോറിയൽ എടുക്കും. എന്നിട്ട് അതേസമയം UK + 1 എന്ന് പറഞ്ഞാൽ kയുടെ സ്ഥാനത്ത് k + 1 കൊടുക്കുമ്പം 2k + 2 ഫാക്ടോറിയൽ അല്ലേ, ബൈ 2k + 1 × k ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ k + 1 ഫാക്ടോറിയൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ ബൈ റേഷ്യോ ടെസ്റ്റ് റോ ഈസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി UK + 1/UK എന്ന് നമ്മൾ ഫോമിൽ എഴുതി. ആ ഫോമിൽ എഴുതി കഴിയുമ്പോഴേക്കും റോ ഈസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി. അവിടുത്തെ UK + 1 എന്ന് പറഞ്ഞാൽ 2k + 2 ഫാക്ടോറിയൽ ബൈ 2k + 1 × k + 1 ഫാക്ടോറിയലാണ് നിങ്ങളുടെ ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ UK എന്തുവാണ്, 2k ഫാക്ടോറിയൽ ബൈ 2k × k ഫാക്ടോറിയൽ. കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടി ശ്രദ്ധിക്കുമ്പോൾ ഇതെങ്ങനെയാണ് വരും, ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി 2k + 2 ഫാക്ടോറിയലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ, 2k ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ, 1 × 2 × 3 എക്സെട്ര അപ് ടു ഏറ്റവും അവസാനത്തെ ആൾ 2k + 2 എന്നാണ്. അപ്പോൾ ആ 2k + 2ൻ്റെ മുന്നത്തെ ആളെന്ന് പറഞ്ഞാൽ 2k + 1, അതിൻ്റെ മുന്നത്തെ ആളെന്ന് പറഞ്ഞാൽ 2k. അപ്പോൾ ഇത്രയും ചേരുമ്പോൾ ഇതെന്താവും, 2k ഫാക്ടോറിയൽ ഇൻറ്റു ബാക്കിയുള്ളത് 2k ഫാക്ടോറിയൽ ഇൻറ്റു അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് 2k + 1 × 2k + 2. ഓക്കെ, ദ ഹോൾ ബൈ 2k + 1 ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് 2k × 2 എന്ന് എഴുതി. k + 1 ഫാക്ടോറിയലിനെ k ഫാക്ടോറിയൽ × k + 1. നമ്മളിപ്പോൾ ഒരുപാട് പ്രോബ്ലം ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇവിടെ വെച്ച് തന്നെ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ നടത്തി തന്നെ ഇതിന് എക്സ്പാൻഡ് ചെയ്ത് പോയത്. ഇത് തന്നെ വീഡിയോ ലെങ്തും കൂടുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഡിനോമിനേറ്ററിൽ ഇത് നേരത്തെ പറഞ്ഞിരുന്ന കാര്യമാണ്. പിന്നെ ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു പ്രാവശ്യം ഇങ്ങനെ മാത്രം ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ മാത്രം എടുത്ത് തന്നെ. ഇനി ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 2k × k ഫാക്ടോറിയൽ ബൈ 2k ഫാക്ടോറിയൽ. ഓക്കെ, ഇപ്പം നോക്കിക്കേ, 2k ഫാക്ടോറിയൽ ക്യാൻസലായി, 2k ക്യാൻസലായി. പിന്നെ എന്ത് ചെയ്യും, k ഫാക്ടോറിയൽ ക്യാൻസലാവും. ബാക്കി ഇനി എന്താ ഉള്ളത്, ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി 2k + 1
ഇൻറ്റു 2k പ്ലസ് 2 ബൈ 2 ഇൻറ്റു k പ്ലസ് 1 എന്ന് വന്നു. ഇപ്പോൾ റേഷ്യോ ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രോബ്ലം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് k ന്യൂമറേറ്ററിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി, k പുറത്തേക്ക് എടുക്കുമ്പോൾ രണ്ടിടത്തു നിന്ന് k പുറത്തേക്ക് എടുക്കുമ്പം k സ്ക്വയർ ഇൻറ്റു 2 പ്ലസ് 1 ബൈ k, അടുത്താണെങ്കിലോ 2 പ്ലസ് 2 ബൈ k ദ ഹോൾ ബൈ 2 ഇൻറ്റു 1 പ്ലസ് 1 ബൈ k എന്ന് വന്നു. ഇവിടെ ഇനി ഇവിടെ k പുറത്തേക്ക് എടുത്തു, അത് മറന്നുപോയി. ഇനി നോക്കിക്കേ, k സ്ക്വയറും kയും കട്ടായിപ്പോയി. 1 ബൈ k വരുന്ന ടേം എല്ലാം എന്തായി പോകും? 0 ആയി പോകും. കാരണം ഇൻഫിനിറ്റി കൊടുക്കുന്നതാണ്. 2 ഇൻറ്റു 2 എന്താവുകയാണ് കുഞ്ഞുങ്ങളെ? 4 ആവുകയാണ്. പക്ഷേ 4k ഉണ്ട് ഇവിടെ. 4k എന്ന് പറഞ്ഞാൽ അത് ഇൻഫിനിറ്റി ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റോ ഗ്രേറ്റർ ദാൻ 1. റോ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ സീരീസ് ഡൈവേർജസ്. Therefore the series diverges. ഓക്കെ, സീരീസ് ഡൈവേർജസ് ആണെങ്കിൽ ടെസ്റ്റ് ഫെയിൽ ചെയ്യും. സീരീസ് ഡൈവേർജസ് ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ഈ സീരീസ് എന്ന് പറഞ്ഞാൽ ഡൈവർജൻസ് സീരീസ് ആണ്. ഇതൊരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഇങ്ങനെ 2k ഫാക്ടോറിയൽ വന്നിട്ടുള്ള ക്വസ്റ്റൻ. അപ്പോൾ 2k ഫാക്ടോറിയൽ വരുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. 2k ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ വേറെ ഒന്നുമല്ല. 2k ഫാക്ടോറിയൽ എൻ്റെ കുട്ടികളെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ 2k ഫാക്ടോറിയൽ എക്സ്പാൻഡ് ചെയ്യേണ്ട, നമുക്ക് k പ്ലസ് 1 ഫൈൻഡ് ചെയ്യുമ്പോൾ 2k പ്ലസ് 2 ഫാക്ടോറിയൽ വരും. അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്ന കാര്യം എൻ്റെ കുട്ടികളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ളത് റൂട്ട് ടെസ്റ്റ് ആണ്. അപ്പം റേഷ്യോ ടെസ്റ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫാക്ടോറിയലുള്ള പ്രോബ്ലത്തിന്. എന്തിനാണ് ലിമിറ്റ് കമ്പാരിസൺ യൂസ് ചെയ്യുന്നത്? പോളിനോമിയലാണ് വരണമെങ്കിൽ ലിമിറ്റ് കമ്പാരിസൺ. അതേപോലെ റൂട്ട് ടെസ്റ്റ് എവിടെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.